വലിയ കൂടോത്രമാണെങ്കിലും എത്ര വലിയ സിഹിറാണെങ്കിലും അത് വീട്ടിൽ നിന്ന് ബാത്തിലാക്കാൻ ഒരു പാത്രം വെള്ളം മതി. പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഒരുപാട് ആളുകൾ സിഹിർ കൊണ്ട് പ്രയാസപ്പെട്ട് സങ്കടം പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ പറയാൻ പോകുന്ന അമല് ഒരു പാത്രം വെള്ളമെടുത്ത് നിങ്ങളെ വീട്ടിൽ നിന്ന് ചെയ്തോ, എത്ര വലിയ സിഹിറാണെങ്കിലും അത് ബാത്തിലാകും. അതിന്റെ കട്ടി കനം കുറക്കാൻ കഴിയും, അതിന്റെ ഗൗരവം നമ്മൾക്ക് കുറക്കാൻ കഴിയും. ഏതാണ് ആ അമലെന്ന് നമ്മൾക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ പ്രയാസങ്ങൾ അകറ്റി തരട്ടെ, കൽബിന് സന്തോഷം നൽകട്ടെ. എല്ലാ സിഹിറിനെ തൊട്ട് കണ്ണീറിനെ തൊട്ട് അസൂയെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റഹ്മാനായ അല്ലാഹ് എല്ലാവരുടെ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ, എല്ലാവർക്കും നീ സമാധാനം നൽകണേ അല്ലാഹ്. എല്ലാവരുടെ മുറാദുകളും നീ ഹാസിലാക്കി തരണേ റഹ്മാനെ. എല്ലാവരുടെ കൽബിനും നീ സന്തോഷം നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് അപ്ലോഡ് ചെയ്യും. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണം, പുണ്യം നേടണം, ബറക്കത്ത് കരസ്ഥമാക്കണം, ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തണം. ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് സന്തോഷവും സമാധാനവും റാഹത്തും നൽകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും അതിൽ പങ്കെടുക്കുക. 6 മണിക്ക് കൃത്യം പങ്കെടുക്കാൻ കഴിയാത്ത ഒരുപാട് ഉമ്മമാരുണ്ടാവും. കാരണം നിങ്ങൾ പല മജ്ലിസിലും പങ്കെടുക്കുന്ന ആളുകളാണ്, പല സയ്യിദന്മാരുടെയും മജ്ലിസിലും ഉസ്താദുമാരുടെ മജ്ലിസൊക്കെ പങ്കെടുക്കുന്ന ആളുകളാണ്. അതൊക്കെ കഴിഞ്ഞ് ഒഴിഞ്ഞിരിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളെ രാവിലെ നടക്കുന്ന ആ മജ്ലിസിൽ നിങ്ങൾ പങ്കെടുക്കുക, പുണ്യം നേടുക, ജീവിതത്തിൽ ഉപകാരം ഉണ്ടാവും, ഫലം ഉണ്ടാവും, ഒരു സംശയമില്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, എത്ര വലിയ കൂടോത്രമാണെങ്കിലും എത്ര വലിയ സിഹിറാണെങ്കിലും അത് നമ്മളെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മൾക്ക് ബാത്തിലാക്കാൻ സാധിക്കുമെന്ന് യാതൊരുവിധ സംശയമില്ല. ഒരുപാട് സഹോദരി സഹോദരന്മാര് കൂടോത്രത്തിന്റെ പ്രയാസം പറഞ്ഞ്, സിഹിറിന്റെ പ്രയാസം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കുള്ള ഒരു ഉഗ്രൻ പരിഹാരവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. സിഹിർ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കപ്പെടാത്തൊരു വിഷയമാണ്. കടുത്ത തെറ്റാണ്. ഇസ്ലാമില് വൻ പാപമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണിയതാണ് സിഹിർ എന്ന് പറയുന്നത്. തന്റെ സഹോദരനെ നശിപ്പിക്കാൻ വേണ്ടി ജ്യോത്സ്യന്മാരുടെ അടുക്കൽ പോയി ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് സിഹിർ, കൂടോത്രം എന്ന് പറയുന്നത്. തന്റെ സഹോദരൻ നശിക്കണം, തന്റെ സഹോദരന് എന്തെങ്കിലും അനുഗ്രഹം അല്ലാഹു കൊടുത്താൽ അത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും. അതല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളിൽ വൈരാഗ്യത്തിന്റെ പേരില് വൈരാഗ്യം വെച്ചുകൊണ്ട് തന്റെ സഹോദരനെ നശിപ്പിക്കാൻ സിഹിർ ചെയ്യുന്ന ആളുകളുണ്ട്. അവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, സിഹിർ ഇസ്ലാമിൽ വൻ പാപമാണ്. 7 വൻ പാപങ്ങള് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ പെട്ടതാണ് പ്രിയമുള്ളവരെ സിഹിർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ജ്യോത്സ്യന്മാരുമായി ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചോ. നീ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ അത് കാരണമാണ് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട. അതുകൊണ്ട് സിഹിർ ചെയ്യരുതേ. സിഹിറല്ല പരിഹാരം, പ്രാർത്ഥനയാണ്. അള്ളാഹുവിനോട് പറയാ. എല്ലാ വേദനയും എല്ലാ പ്രയാസവും അള്ളാഹിനോട് പറയാലോ. ഇത് ദുനിയാവാണ്, ശത്രുക്കൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതിന്റെ പേരിൽ അള്ളാഹു പൊരുത്തപ്പെടാത്ത സിഹിർ ചെയ്യാൻ പറ്റുമോ? അതല്ലെങ്കിൽ കൊലപാതകം നടത്താൻ പറ്റുമോ? അതല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ? അതൊക്കെ തെറ്റാണ്. നാളെ റബ്ബിന്റെ കോടതിയിൽ കൃത്യമായി അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. അള്ളാഹു കാക്കട്ടെ. എങ്ങനെയാണ് വീട്ടിലിരുന്നു കൊണ്ട് സിഹിർ ബാത്തിലാക്കുക? ശരിക്ക് ഉളു എടുക്കുക. ഉളു വളരെ പ്രധാനപ്പെട്ടതാണ്. നന്നായി മടി കൂടാതെ ശരിക്ക് ഉളു എടുക്കുക, നല്ല ഡ്രസ്സ് ധരിക്കുക. അതിനുശേഷം നല്ല ഒരു പാത്രത്തിൽ അല്പം വെള്ളം എടുക്കുക. അല്പം വെള്ളമെടുത്തതിന് ശേഷം പരിശുദ്ധ ഖുർആനിലെ 2ാമത്തെ സൂറത്താണ് സൂറത്തുൽ ബഖറ. ആ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക. ഒരു പ്രാവശ്യം മുഴുവനായി പാരായണം ചെയ്യണം. ഒരു പ്രാവശ്യം മുഴുവനായി പാരായണം ചെയ്യണം. അങ്ങനെ ആ വെള്ളത്തിലേക്ക് മന്ത്രിച്ചോതുക. ആ വെള്ളം കുടിക്കുകയും കുളിക്കുന്ന വെള്ളത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുക. എങ്ങനെ? സൂറത്തുൽ ബഖറ മുഴുവനായി പാരായണം ചെയ്യുക. ഒരു പാത്രം വെള്ളമെടുത്ത് ആ വെള്ളത്തിലേക്ക് മന്ത്രിച്ചോതുക. ആ വെള്ളം കുടിക്കുകയും ആ വെള്ളം കൊണ്ട് കുളിക്കുകയും ചെയ്യുക. ഇങ്ങനെ 41 ദിവസം തുടർച്ചയായി ചെയ്തോ ഇൻഷാ അല്ലാഹ് എത്ര വലിയ സിഹിറാണെങ്കിലും അത് ഇല്ലാതെയാക്കാൻ നമ്മൾക്ക് സാധിക്കുകയാണ്. കാരണം ഏറ്റവും വലിയ മന്ത്രം, ഏറ്റവും വലിയ മരുന്ന് പരിശുദ്ധ ഖുർആനാണ്. ആത്മീയമായ
രോഗങ്ങൾക്കും അല്ലാത്ത രോഗങ്ങൾക്കുമുള്ള ഏറ്റവും വലിയ മരുന്ന് പരിശുദ്ധ ഖുർആനാണ്. സൂറത്തുൽ ബഖറ അതിന് പറ്റിയ സൂറത്താണ്. മഹാന്മാര് പറയുന്നുണ്ട്, തത്റുദു ശൈത്താനു മിനൽ ബൈത്തി, സൂറത്തുൽ ബഖറ ഓതുന്ന വീട്ടിൽ നിന്ന് ശൈത്താൻമാര് ഓടിപ്പോകും. സിഹർ എന്ന് പറയുന്നത് ശൈത്താൻമാരുടെ ശർറാണ്. ആ സിഹർ ബാത്തിലാക്കാൻ ഈ പറഞ്ഞതുപോലെ 41 ദിവസം തുടർച്ചയായി ചെയ്തോ, ശൈത്താൻ നിന്റെ ശരീരത്തിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോകും, നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോകും. ഒരു സംശയവുമില്ല. ഖിറാഅത്തുഹാ ഫീഹാ ബറക, വീട്ടിൽ സൂറത്തുൽ ബഖറ ഓതൽ ബറക്കത്താണ്. വതർക്കുഹാ ഹസറത്തുൻ, നിനക്ക് പരാജയമാണ് സൂറത്തുൽ ബഖറ ഓതാതിരിക്കല്. അപ്പൊ സൂറത്തുൽ ബഖറ ബറക്കത്തുണ്ടാക്കും വീട്ടില്. പിശാചൊക്കെ ഓടിപ്പോകുമെന്ന് മഹാനായ നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല തഅതി യൗമൽ ഖിയാമ ശഫീഅത്തൻ ലി അസ്ഹാബിഹാ, കണ്ടോ, സൂറത്തുൽ ബഖറ ഓതുന്നവർക്ക് നാളെ ഖിയാമത്ത് നാളില് അത് ശുപാർശകനായി നമ്മൾ അടുക്കിലേക്ക് വരുമെന്നാ പറയുന്നത്. അത്രയും പവർഫുൾ ആണ് സൂറത്തുൽ ബഖറ. അതുകൊണ്ട് സൂറത്തുൽ ബഖറ ഒരു പാത്രം വെള്ളം എടുത്ത് 41 ദിവസം തുടർച്ചയായി ഓതുക. എല്ലാ ദിവസവും അതിലേക്ക് മന്ത്രിച്ചൂതുക, ആ വെള്ളം കുടിക്കുക, ആ വെള്ളം കൊണ്ട് കുളിക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി എന്റെ പ്രിയമുള്ളവരെ, സൂറത്തുൽ ബഖറ ഓതാൻ അറിയാത്ത ഒരുപാട്, പഴയ കാലത്തൊക്കെ മദ്രസ സംവിധാനമൊക്കെ വളരെ കമ്മിയാണ്, ഓത്തുപള്ളിയാണ്. അപ്പൊ ഓതിപ്പടിക്കാൻ പറ്റാത്ത ഒരു കാലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഓതാൻ അറിയാത്ത ആളുകൾക്ക് മറ്റൊരു അമലാണ് നമ്മൾ പറയുന്നത്, അതും ശരിക്ക് ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ ഇസ്മുകളിൽ വളരെ പ്രധാനപ്പെട്ട ചില ഇസ്മുകളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ശരിക്ക് ശ്രദ്ധിക്കുക. യാ ഗനിയു യാ അല്ലാ, ഒന്നാമത്തെ ഇസ്മേതാ. ഇത് രണ്ടാമത്തെ അമലാണ് പറയുന്നത്. സീറ് ബാത്തിലാക്കാൻ, വീട്ടിൽ നിന്ന് സീറ് ബാത്തിലാക്കാൻ രണ്ടാമത്തെ അമലാണ് പറയുന്നത്. ഒന്നാമത്തെ ഇസ്മ യാ ഗനിയു യാ അല്ലാ, യാ ലാറു യാ അല്ലാ, യാ ഹാദി യാ അല്ലാ, യാ ഗഫൂറു യാ അല്ലാ, യാ തവ്വാബു യാ അല്ലാ, യാ അവ്വലു യാ അല്ലാ. ഒന്നുകൂടെ പറഞ്ഞുതരാം. യാ ഗനിയു യാ അല്ലാ, യാ ലാറു യാ അല്ലാ, യാ ഹാദി യാ അല്ലാ, യാ ഗഫൂറു യാ അല്ലാ, യാ തവ്വാബു യാ അല്ലാ, യാ അവ്വലു യാ അല്ലാ. 6 ഇസ്മുകളാണ് ഇവിടെ ഞാൻ ചൊല്ലിയത്. ഈ 6 ഇസ്മുകൾ എല്ലാ ദിവസവും 313 പ്രാവശ്യം ചൊല്ലുക. എല്ലാ ദിവസവും 313 പ്രാവശ്യം 41 ദിവസം തുടർച്ചയായി ചെയ്യണം. ഓരോ ദിവസവും ഇങ്ങനെ ഈ 6 ഇസ്മു 313 പ്രാവശ്യം ചൊല്ലിയിട്ട് ഒരു പാത്രം വെള്ളമെടുത്ത് ആ വെള്ളത്തിലേക്ക് മന്ത്രിച്ചൂതുക. ആ വെള്ളത്തിലേക്ക് മന്ത്രിച്ചൂതി നേരത്തെ പറഞ്ഞതുപോലെ ആ വെള്ളം കുടിക്കുക, ആ വെള്ളം കൊണ്ട് കുളിക്കുകയും ചെയ്യുക. എത്ര വലിയ സിഹറാണെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുന്നതായി നമ്മൾക്ക് കാണാം. അത്ഭുതകരമായി കൂടോത്രം ബാത്തിലാകുന്നത് നമ്മൾക്ക് കാണാം. സിഹർ കാരണം നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതായി നമ്മൾക്ക് കാണാൻ കഴിയും. അല്ലാഹുവേ, എല്ലാ സിഹറിനെ തൊട്ടും ഞങ്ങളെ കാക്കണേ റഹ്മാനെ. അതുപോലെ സിഹർ വരാതിരിക്കാൻ ആയത്തുൽ കുർസി എല്ലാ ദിവസവും ഓതുക. ആയത്തുൽ കുർസി അറിയില്ലേ, അതെല്ലാ ദിവസവും ഓതുക. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഇതൊക്കെ എല്ലാ ദിവസവും നമ്മൾ ഓതിയാൽ എത്ര വലിയ സിഹർ ചെയ്യുന്ന ആളാണെങ്കിലും ആ സിഹറിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സിഹർ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. രാജാതിരാജനായ റബ്ബേ, അത്തരം പൈശാചികമായ ശർറുകളെ തൊട്ട് സാധുക്കളായ ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ശത്രുക്കളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാ. സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും അകറ്റിത്തരണേ അല്ലാ. ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ അല്ലാ. ഈമാൻ സലാമത്താക്കി തരണേ അല്ലാ. ജീവിത വിശുദ്ധി നൽകണേ റഹ്മാനെ. ധാരാളം ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. ശത്രുക്കളിൽ നിന്ന് രക്ഷ നൽകണേ അല്ലാ. അന്തസ്സോടെ അഭിമാനത്തോടുകൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഭാഗ്യം നൽകണേ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.